ഗാന്ധിയെ നമുക്കറിയുന്നത് ഈ നോട്ടിലെ ഗാന്ധി എന്നും ഒക്ടോബർ 2 ഗാന്ധി എന്നും രാഷ്ട്രപിതാവ് എന്നുള്ള ഔപചാരികമായ പേരിലുമൊക്കെയാണ്. 46 മുതൽ 48 വരെയുള്ള 2 വർഷക്കാലം തന്നെ ബലിയാക്കിക്കൊണ്ട് ഏതാണ്ട് സമ്പൂർണമായ ഏകാന്തതയിൽ ഗാന്ധി നടത്തിയ യുദ്ധങ്ങളുണ്ട്. അക്കാലത്തെ പ്രാർത്ഥനായോഗത്തിൽ ഗാന്ധി നിരന്തരം ആലപിക്കുന്നത് ടാഗോറിന്റെ വരിയാണ്. ആ പാട്ട് നിങ്ങൾക്കിപ്പോൾ അറിയാലോ, എക്കലെ ചലോരെ, തനിയെ നടക്കൂ തനിയെ നടക്കൂ എന്നാണ്. നിങ്ങൾ പറയുന്നത് ആരും ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ തനിയെ നടക്കൂ എക്കലെ ചലോരെ. അതെല്ലാ പ്രാർത്ഥനായോഗങ്ങളിലും ഗാന്ധി പാടി. അദ്ദേഹം ആദർശാത്മകമായ എല്ലാ മൂല്യങ്ങളെയും മാറ്റിവെച്ചു. 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി 4 ദിവസം കഴിഞ്ഞപ്പോൾ കൽക്കട്ടയിലെ ടോളിഗഞ്ചിൽ ഒരു സമ്മേളനം ചേർന്നു, പ്രാർത്ഥനായോഗം. സുഹ്രവർദി അടക്കം പങ്കെടുക്കുന്ന, ബംഗാളിലെ മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സുഹ്രവർദി അടക്കം പങ്കെടുത്ത പ്രാർത്ഥനായോഗമാണ്. ആ പ്രാർത്ഥനായോഗത്തിൽ അന്ന് വന്ദേമാതരാണ് ആലപിച്ചത്. ജനഗണമന ദേശീയ ഗാനമായി പ്രഖ്യാപിക്കുന്നത് 1950 ജനുവരി 24 അതുവരെ വന്ദേമാതരാണ് ദേശീയ ഗാനത്തിന്റെ പദവിയിലുള്ളത്. വന്ദേമാതര ആലപിച്ചു. സുഹ്രവർദി അടക്കം എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഗാന്ധി എഴുന്നേറ്റില്ല, ഇരുന്നു. ഗാന്ധി എഴുന്നേറ്റില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ദേശീയ ഗാനത്തോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുക എന്നൊക്കെ പറയുന്നത് പാശ്ചാത്യമായ ഒരു സമ്പ്രദായമാണ്. അതൊക്കെ അലങ്കാരങ്ങളും ആചാരങ്ങളുമാണ്. യഥാർത്ഥ ദേശസ്നേഹത്തിന്റെ ആവിഷ്കാരം അതൊന്നുമല്ല. ഇങ്ങനെ പറയാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരേ ഒരാൾ അന്നും ഇന്നും ഗാന്ധിയാണ്. അതാ ഞാൻ പറഞ്ഞത്. സ്വന്തം നെഹ്റു ജിന്നയോട് ഗാന്ധി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്ത്യയിലെ കോൺഗ്രസിനെ അവിശ്വാസമാണ്, കോൺഗ്രസ് ഹിന്ദുക്കളുടെ പാർട്ടിയാണ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അതിന് പരിഹാരം പറയാം, ജിന്ന പ്രധാനമന്ത്രിയാവുക. ഗാന്ധിയുടെ പരിഹാരം അതായിരുന്നു, ജിന്ന പ്രധാനമന്ത്രിയാവുക. ക്യാബിനറ്റിലെ മുഴുവൻ അംഗങ്ങളെയും ജിന്ന തീരുമാനിക്കട്ടെ, ഇന്ത്യ വിഭജിക്കേണ്ട. ജിന്ന പക്ഷെ വഴങ്ങിയില്ല, അതൊരു ഭ്രാന്തൻ ആശയാണ് എന്ന് പറഞ്ഞ് ജിന്ന അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഒരാൾക്കും സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര തീവ്രമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് വാസ്തവത്തിൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇന്ത്യയെ രക്ഷിച്ചെടുത്തത്. നിർഭാഗ്യവശാൽ നമുക്ക് മറ്റു പല ഗാന്ധിയെ കുറിച്ച് അറിയാം. നവഖാലിയിൽ നടന്ന ഗാന്ധിയെ, ഇന്ത്യ വിഭജിക്കരുതെന്ന് ആവശ്യപ്പെട്ട ഗാന്ധിയെ, ജിന്ന പ്രധാനമന്ത്രി ആകട്ടെ എന്ന് ആവശ്യപ്പെട്ട ഗാന്ധിയെ, മരിക്കാൻ സന്നദ്ധമായി നിന്ന ഗാന്ധിയെ നാം കൂടുതൽ ഓർക്കേണ്ടതുണ്ട്. ഇർഫാൻ ഹബീബ് ഗാന്ധിയെ കുറിച്ച് എഴുതിയ ഒരു പ്രബന്ധം അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഗാന്ധിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ് ഗാന്ധി പഠിപ്പിക്കുന്ന പാഠം? അദ്ദേഹം പറയുന്നത് ഒറ്റ പാഠമേ ഉള്ളൂ നിർണായകമായി. അത് ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നതാണ്. ഇതാണ് ഗാന്ധിയുടെ പാഠം. ഏറ്റവും അടിസ്ഥാന നിമിഷങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഗാന്ധി തയ്യാറായില്ല. അത് താൻ പറഞ്ഞതാണല്ലോ, വിഭജനം വേണ്ട, നിങ്ങൾ വിഭജനത്തിന് കോൺഗ്രസ് അനുകൂലമായിരുന്നു, മുസ്ലിം ലീഗ് അനുകൂലമായിരുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റ് അനുകൂലമായിരുന്നു. എതിരായിട്ടുണ്ടായിരുന്ന ചുരുക്കം പേരിൽ ഒരാളായിരുന്നു ഗാന്ധി. 1948 ജനുവരി 27 ഗാന്ധി അവസാനമായി തൻ്റെ താമസ സ്ഥലമായ ബിർള ഹൗസിൽ നിന്ന് പുറത്തുപോയത്. അന്ന് വൈകുന്നേരം അദ്ദേഹം ഡൽഹിയിലെ ഖ്വാജ ഖുത്ബുദ്ദീൻ ബക്തിയാറിന്റെ ദർഗയിൽ പോവുകയുണ്ടായി. അവിടെ ദർഗയിലെ വാർഷികോത്സവമായ ഉറൂസ് നടക്കുന്ന സമയമായിരുന്നു. ഗാന്ധി ആ ഉറൂസ് നടക്കുന്ന വേദിയിലെത്തുകയും 10,000-കണക്കിന് ആളുകൾ തിങ്ങിക്കൂടിയ അവിടെ കുറെ നേരം ചെലവഴിക്കുകയും അവിടെ ഒത്തുകൂടിയ മനുഷ്യരോട് സംസാരിക്കുകയും ചെയ്ത് മടങ്ങി വന്നു. അതിനുശേഷം പിന്നെ ഗാന്ധി ബിർള ഹൗസിൽ നിന്ന് പുറമേക്ക് പോയിട്ടില്ല. 30 വൈകുന്നേരം അദ്ദേഹം വധിക്കപ്പെട്ടു. ഖ്വാജ ഖുത്ബുദ്ദീൻ ബക്തിയാറിന്റെ ദർഗയിലെ ഉറൂസ് ഗാന്ധിയെ സംബന്ധിച്ച് സവിശേഷമായ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഗാന്ധി ഡൽഹിയിലെ ദീർഘമായ ജീവിതകാലത്തിനിടയിൽ സന്ദർശിച്ച 2 ദേവാലയങ്ങളിൽ ഒന്ന് ഈ ദർഗയാണ്, മറ്റൊന്ന് ബിർള മന്ദിരമാണ്. എല്ലാ മതസ്ഥർക്കും പ്രവേശനം നൽകിക്കൊണ്ട് പ്രമുഖ വ്യവസായിയായ ബിർള നിർമ്മിച്ച മന്ദിരത്തിന്റെ ഉദ്ഘാടനം 1939 മാർച്ച് 12 ഗാന്ധി നിർവഹിച്ചത്. മുഴുവൻ പേർക്കും പ്രവേശനമുണ്ടെങ്കിലേ താൻ അവിടെ വരൂ എന്ന് ഗാന്ധി വ്യവസ്ഥ വെച്ചിരുന്നു. അങ്ങനെ മുഴുവൻ പേർക്കും പ്രവേശനമുള്ള ഡൽഹിയിലെ തന്നെ ആദ്യ മന്ദിരങ്ങളിലൊന്നായിട്ട് ബിർള മന്ദിരം മാറുകയും ഗാന്ധി അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഗാന്ധി ഡൽഹിയിൽ 1915 ഇന്ത്യയിൽ എത്തിയതിനു ശേഷം 48 കൊല്ലപ്പെടുന്നത് വരെ 744 ദിവസങ്ങളാണ് ഗാന്ധി ഡൽഹിയിൽ ഉണ്ടായിരുന്നത്. അതിൽ 144 ദിവസം അദ്ദേഹം അവസാനം താമസിച്ച ബിർള ഹൗസിലായിരുന്നു. അതിനു മുമ്പുള്ള സന്ദർഭങ്ങളിലൊക്കെ ഡൽഹിയിലെ തോട്ടി കോളനിയിൽ
വാൽമീകികൾ എന്നറിയപ്പെടുന്ന ഡൽഹിയിലെ തൊട്ടികളുടെ താമസ സ്ഥലത്താണ്, അതിലെ ഒരു വാൽമീകി ക്ഷേത്രത്തിലാണ് ഗാന്ധി താമസിച്ചിരുന്നത്. അവസാന സന്ദർശന വേളയിലും ഗാന്ധി അവിടെ താമസിക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും ഗാന്ധിക്ക് അവിടെ താമസിക്കാൻ കഴിഞ്ഞില്ല. കൽക്കട്ടയിൽ നിന്ന് 47 സെപ്റ്റംബർ 9 ഗാന്ധി ഡൽഹിയിലെത്തുമ്പോഴേക്കും ഡൽഹി കലാപത്തിന്റെ പിടിയിൽ പെട്ടു കഴിഞ്ഞിരുന്നു. ഭംഗി കോളനിയെല്ലാം സമ്പൂർണമായ അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ് കഴിഞ്ഞ ഒരു സ്ഥിതിയിലാണ് സർദാർ പട്ടേലും രാജ്കുമാരി അമൃത് കൗറും ചേർന്ന് ഗാന്ധിയെ ബിർള ഹൗസിലേക്ക് കൊണ്ടുപോകുന്നത്. ബിർള ഹൗസിലെ 144 ദിവസത്തെ ജീവിതകാലം ഗാന്ധി മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളിൽ പോവുകയും അവരുമായി സംസാരിക്കുകയും അവരുടെ ദുരിതങ്ങളും യാതനകളും കേൾക്കുകയും അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും വർഗീയതയ്ക്കെതിരെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. ഗാന്ധി അന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പരിക്ഷീണനായി കഴിഞ്ഞ ഒരു കാലമാണ്. അദ്ദേഹം ജനപ്രീതി സമ്പൂർണമായി നഷ്ടപ്പെട്ട ഒരാളായിരുന്നു അന്ന്. അക്കാലത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ ഗാന്ധിയുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ 40-50 പേരാണ് ഉള്ളത് എന്ന വിവരം നമുക്ക് കാണാം. വെറുതെ രംഗത്തിറങ്ങിയാൽ 10,000 ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നിന്നാൽ ആയിരക്കണക്കിന് ആളുകൾ നിമിഷ നേരം കൊണ്ട് തടിച്ചു കൂടിയിരുന്ന ഒരാളായിരുന്നു ഗാന്ധി. അദ്ദേഹത്തിന്റെ തീവണ്ടി യാത്രകളൊക്കെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമരജാഥകളായി മാറിയതിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ യാത്രകളെ കുറിച്ച് അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരാളാണ് ഡൽഹിയിൽ പ്രാർത്ഥനാ യോഗങ്ങളിൽ 40-50 പേർ മാത്രം പങ്കെടുക്കുന്ന നിലയിലേക്ക് ജനപ്രിയത നഷ്ടപ്പെട്ട ഒരാളായി തീർന്നത്. ഡൽഹിയിലെ മിക്കവാറും ഹിന്ദു അഭയാർത്ഥികൾ ഗാന്ധിക്കെതിരായിരുന്നു. മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗവും ഗാന്ധിക്ക് എതിരായിരുന്നു. ഗാന്ധി പക്ഷെ വിട്ടുവീഴ്ച ചെയ്തില്ല. ലാഹോറിലെ കലാപങ്ങൾക്ക് ഡൽഹിയിൽ പ്രതികാരം ചെയ്യാം എന്ന യുക്തിയോട് ഗാന്ധി ഒത്തുതീർപ്പിലെത്തിയില്ല. അദ്ദേഹം ഡൽഹിയിൽ സമാധാനം മടക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും സമാധാനം മടങ്ങി വരുന്നില്ല എന്ന് തോന്നിയ അന്തിമമായ ഒരു സന്ദർഭത്തിൽ 1948 ജനുവരി 13 രാവിലെ തൻ്റെ ജീവിതത്തിലെ അവസാന നിരാഹാരം ആരംഭിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഗാന്ധിക്ക് 78 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞിരുന്നു. 50 റാത്തലിനടുത്ത് തൂക്കം മാത്രമുള്ള ഒരാളായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു. 48 ജനുവരി 12 തിങ്കളാഴ്ചയാണ്. ഗാന്ധിയുടെ മൗനവ്രതത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് ഗാന്ധി ആ ദിവസങ്ങളിൽ സംസാരിക്കില്ല. അത്തരം ദിവസങ്ങളിൽ പ്രാർത്ഥനായോഗത്തിൽ തനിക്ക് പറയാനുള്ളത് മുൻകൂറായി എഴുതി ആരെങ്കിലും വായിക്കാനായിട്ട് ഏൽപ്പിക്കുന്നതാണ് ഗാന്ധിയുടെ സമ്പ്രദായം. 48 ജനുവരി 12 പ്രാർത്ഥനായോഗത്തിലേക്ക് ഗാന്ധി പോകുന്നത് ഡോക്ടർ സുശീല നയ്യാരോടൊപ്പമാണ്. സുശീല നയ്യാർ ഗാന്ധിയുടെ ചികിത്സകയും ഗാന്ധിയുടെ അനുയായിയും ഒക്കെയാണ്. പ്രാർത്ഥനാവേദിയിലേക്ക് നടക്കുന്ന സമയത്താണ് ഗാന്ധി താൻ അന്ന് വായിക്കേണ്ട പ്രസംഗം സുശീല നയ്യാരെ വായിക്കാനായിട്ട് ഏൽപ്പിക്കുന്നത്. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പിറ്റേന്ന് രാവിലെ മുതൽ താൻ അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കുകയാണ് എന്ന പ്രസ്താവന ഗാന്ധി ലോകത്തോട് പറയുന്നത്. ആ നിമിഷം വരെ അദ്ദേഹം ആരോടും ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല. സുശീല നയ്യാർ തന്നെ നടുക്കത്തോടെയാണ് താനിത് വായിച്ചത് എന്ന് പിൽക്കാലത്ത് അതേക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഒരു വലിയ നിരാഹാരമൊന്നും ഏറ്റെടുക്കാൻ പറ്റുന്ന ശാരീരിക ക്ഷമതയൊന്നും അന്ന് ഗാന്ധിക്കില്ല. നവഖാലിയിലെ യാത്ര ഗാന്ധി ഏതാണ്ട് തകർത്തു കഴിഞ്ഞിരുന്നു. കൽക്കട്ടയിലെ നിരാഹാരം പിന്നെ ഗാന്ധിയെ പരിക്ഷീണനാക്കിയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കൽക്കട്ടയിലെ നിരാഹാരം കഴിയുന്നത് 5-ാം തീയതിയാണ്. 5-ാം തീയതി അവിടെ നിന്ന് കഴിഞ്ഞ് 7-ാം തീയതി അവിടെ നിന്ന് പുറപ്പെട്ട് സെപ്റ്റംബർ 9 ഗാന്ധി ഡൽഹിയിലെത്തുന്നത്. ഡൽഹിയിലേക്കായിട്ടല്ല ഗാന്ധി വരുന്നത്, പഞ്ചാബിലേക്ക് പോകാനാണ്. എങ്കിലും ഡൽഹിയിൽ തങ്ങിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം ഡൽഹി സമ്പൂർണമായി കലാപത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഡൽഹിയെ ശാന്തമാക്കാതെ അഥവാ ഡൽഹിയെ തിരിച്ചു പിടിക്കാതെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന തോന്നലിലാണ് ഗാന്ധി ഡൽഹിയിൽ തങ്ങാൻ തീരുമാനിക്കുകയും അവസാനത്തെ 144 ദിവസങ്ങൾ അവിടെ തുടരുകയും ചെയ്തത്. 13 പുലർച്ചെ അദ്ദേഹം നിരാഹാരം ആരംഭിച്ചു. നിരാഹാരം പിൻവലിക്കണമെന്ന് മൗണ്ട് ബാറ്റൻ മുതൽ മുഹമ്മദ് അലി ജിന്ന വരെ ഗാന്ധിയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഗാന്ധി പക്ഷേ വഴങ്ങിയില്ല. 13 രാവിലെ അദ്ദേഹം നിരാഹാരം ആരംഭിച്ചു. 18-ാം തീയതി വരെ അദ്ദേഹത്തിന്റെ നിരാഹാരം തുടരുകയും ചെയ്തു. 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഗാന്ധി നിരാഹാരം ആരംഭിച്ചത്. അതിലൊന്ന്, ഡൽഹിയിലെ മുസ്ലിങ്ങളെ ആക്രമിക്കില്ല എന്ന കാര്യം ഉറപ്പുവരുത്തണം. അവരുടെ വാസസ്ഥാനങ്ങളെല്ലാം അവർക്ക് തിരിച്ചു കൊടുക്കണം. ഡൽഹിയിലെ മുസ്ലിം വേട്ട അവസാനിപ്പിക്കാൻ അവിടെയുള്ള എല്ലാ സംഘടനകളും, കോൺഗ്രസും
അതുപോലെ ജനസംഘവും RSSും മുസ്ലിം ലീഗും സർവരും ചേർന്ന് പ്രയത്നിക്കണം. അതിലൊരു തീരുമാനമുണ്ടായാൽ മാത്രമേ താൻ നിരാഹാരം പിൻവലിക്കൂ എന്നതായിരുന്നു ഗാന്ധിയുടെ ഒരു ഡിമാൻഡ്. രണ്ടാമത്തേത്, വിഭജനത്തിന്റെ സമയത്ത് റിസർവ് ബാങ്ക് വിഭജിച്ചതിന്റെ പശ്ചാത്തലത്തിൽ 75 കോടി രൂപ ഇന്ത്യ ഗവൺമെന്റ് പാകിസ്ഥാന് നൽകേണ്ടിയിരുന്നു. അതിൽ 20 കോടി രൂപ മുൻകൂറായി നൽകി. ബാക്കി 55 കോടി രൂപ നൽകാൻ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ വിസമ്മതിക്കുകയാണ് ചെയ്തത്. പട്ടേൽ അതിനെതിരായിരുന്നു. നെഹ്റുവും വലിയൊരു അളവോളം എതിരായിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാന് നൽകുന്ന പണം ഉപയോഗിച്ച് ആയുധം വാങ്ങി ഇന്ത്യയെ കടന്നാക്രമിക്കുന്ന ഒരു സ്ഥിതിയാണ് പാകിസ്ഥാനിൽ ഉള്ളതെന്നും അതുകൊണ്ട് ആ പണം നൽകേണ്ടതില്ല എന്നുമാണ് പട്ടേലും നെഹ്റുവും ഒക്കെ പൊതുവിൽ കരുതിയത്. ഗാന്ധി പക്ഷെ അങ്ങനെയല്ല കരുതിയത്. ഗാന്ധി കരുതിയത് അതൊരു അന്തർദേശീയ ഉടമ്പടിയാണ്, അത് പാലിക്കാൻ ഇന്ത്യക്ക് ഉത്തരവാദിത്തമുണ്ട്, അത് പാലിക്കണം എന്ന് ഗാന്ധി ആവശ്യപ്പെട്ടു. മൂന്നാമത്തെ ഗാന്ധിയുടെ ആവശ്യം, ഞാൻ ഈ നേരത്തെ പറഞ്ഞ അദ്ദേഹം അവസാനമായി സന്ദർശിച്ച ഖോജ ഖുത്ബുദ്ദീൻ ബക്തിയാറിന്റെ ദർഗയിലെ ഉറൂസ് നടത്തണം എന്നതായിരുന്നു. 25-ന് ആരംഭിക്കുന്നതായിരുന്നു ഉറൂസ്. ആ വർഷം ജനുവരി 25-ന് ആരംഭിക്കുന്ന ഉറൂസ് നടത്താൻ അനുവദിക്കില്ല എന്ന് ഹിന്ദു വർഗീയവാദികൾ പ്രഖ്യാപിച്ചിരുന്നു. ആ ഉറൂസ് നടക്കണമെന്ന് ഗാന്ധി തീരുമാനിക്കുകയും ആ ഉറൂസ് നടത്തണമെന്ന് അദ്ദേഹം മൂന്നാമത്തെ ഒരാവശ്യമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഈ ആവശ്യങ്ങളിലേക്ക് ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ഗാന്ധിയുടെ വീക്ഷണത്തിന്റെ ഒരു വ്യാപ്തി തെളിഞ്ഞു കിട്ടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു അന്തർദേശീയ വിഷയത്തെ മുൻനിർത്തിയുള്ള ഒരു ഡിമാൻഡുണ്ട്, ദേശീയമായ മത ഐക്യം എന്നൊരു ഡിമാൻഡുണ്ട്, പ്രാദേശികമായ ഒരു ഉത്സവത്തിന്റെ നടത്തിപ്പ് എന്ന ഒരു ഡിമാൻഡും ഉണ്ട്. അങ്ങനെ ഈ 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഗാന്ധി നിരാഹാരം നടത്തിയത്. ആദ്യ ദിവസങ്ങളിലൊക്കെ ജനങ്ങളും മിക്കവാറും അഭയാർത്ഥികളും ഗാന്ധിക്കെതിരായിരുന്നു. ഗാന്ധി നിരാഹാരം കിടക്കുന്ന ബിർള ഹൗസിന് മുന്നിലൂടെ ഗാന്ധിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ധാരാളം ജാഥകൾ കടന്നു പോകുന്നുണ്ട്. ഗാന്ധിക്കോ മർനാദോ, ഗാന്ധിയെ മരിക്കാൻ വിടൂ എന്ന മുദ്രാവാക്യം ധാരാളമായി മുഴങ്ങുന്നുണ്ട്. അങ്ങനെ മുദ്രാവാക്യം വിളിച്ച ഒരു ജാഥയ്ക്ക് നേരെ നെഹ്റു തട്ടിക്കയറുന്നുണ്ട്. ഇതെല്ലാം ശരിയാണെങ്കിലും 3-ാമത്തെ ദിവസമായപ്പോഴേക്കും ഡൽഹിയുടെ പ്രകൃതം മാറുകയും കൽക്കട്ടയിൽ സംഭവിച്ചതുപോലെ, കൽക്കട്ടയിൽ 3 ദിവസം കൊണ്ടാണ് ഗാന്ധി ശാന്തത തിരിച്ചു കൊണ്ടുവന്നതെങ്കിൽ 5 ദിവസം കൊണ്ട് ഡൽഹിയിൽ ഗാന്ധി സമാധാനം തിരിച്ചു കൊണ്ടുവന്നു. 100-ലധികം സംഘടനകൾ, ഹിന്ദു മഹാസഭയടക്കം 100-ലധികം സംഘടനകൾ ഒപ്പിട്ട നിവേദനം ഗാന്ധിക്ക് സമർപ്പിച്ചു. ഡൽഹിയിലെ സമാധാനം സംരക്ഷിക്കുമെന്നും മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണം അവസാനിപ്പിക്കുമെന്നും. അതിനു മുൻപേ തന്നെ 55 കോടി രൂപ കൊടുക്കാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. ഉറൂസ് നടത്താനായിട്ടുള്ള തീരുമാനവും എത്തിച്ചേർന്നിരുന്നു. ആ ഉറൂസിലാണ് ഗാന്ധി അവസാനമായി പങ്കെടുത്തത് 48 ജനുവരി 27-ന്. ഞാൻ ഇത്രയും പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധി തൻ്റെ മുദ്രാവാക്യങ്ങളെ അമൂർത്തമായ ചില ആശയങ്ങളായി അവതരിപ്പിക്കുകയല്ല ചെയ്തത്. ഈ 3 മുദ്രാവാക്യങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, മതനിരപേക്ഷത, സാഹോദര്യം എന്നൊക്കെ അമൂർത്തമായി ചില കാര്യങ്ങൾ പറയുന്നതിന് പകരം തൻ്റെ മുമ്പിൽ അരങ്ങേറുന്ന ഏറ്റവും തീവ്രമായ പ്രശ്നത്തിൽ ഇടപെട്ട് അതിനെ മതനിരപേക്ഷതയുടെ വലിയൊരാവിഷ്കാരമാക്കി മാറ്റുകയാണ് ഗാന്ധി ചെയ്തത്. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് തൊട്ടു പിന്നാലെ രാഷ്ട്രപിതാവ് ആ രാഷ്ട്രത്തിലെ ഭരണകൂടത്തിനെതിരെ, ഗവൺമെന്റിനെതിരെ നിരാഹാരം കിടക്കുന്ന സംഭവം ഒരുപക്ഷെ ലോകത്തും മറ്റൊരിടത്തും കാണില്ല. ഗാന്ധി നിരാഹാരം കിടന്നത് ഇന്ത്യ ഗവൺമെന്റിനെതിരെ കൂടിയാണ്. 1. 2, ഡൽഹിയിലെ കലാപം അവസാനിക്കണം. ഡൽഹിയിലെ കലാപത്തിൽ ചില ന്യായങ്ങളുണ്ട് എന്ന് പുറമേക്ക് തോന്നാം. ലാഹോറിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു, അവരുടെ വീടുകൾ കൊള്ളയടിക്കപ്പെടുന്നുണ്ടായിരുന്നു, അവർ ആട്ടിയോടിക്കപ്പെടുന്നുണ്ടായിരുന്നു. അവരാണ് ഡൽഹിയിലേക്ക് ഈ തീവണ്ടികളിൽ പുറപ്പെട്ടതും പകുതി കബന്ധങ്ങളായും പകുതി ജീവനുള്ളവരായും ഡൽഹിയിൽ എത്തിച്ചേർന്നതും അവരാണ് ഡൽഹിയിലെ മുസ്ലിം ദേവാലയങ്ങൾ കൈയടക്കിയതും മുസ്ലിങ്ങളുടെ വീടുകൾ കയ്യേറിയതുമൊക്കെ ഈ അഭയാർത്ഥികളായി തീർന്ന മനുഷ്യരാണ്. സ്വാഭാവികമായിട്ടും ലാഹോറിലെ കലാപത്തിന്റെ പ്രതിക്രിയ എന്ന് അതിനെ വിശേഷിപ്പിക്കാൻ എളുപ്പമായിരുന്നു. ഗാന്ധി പക്ഷെ അങ്ങനെ വിശേഷിപ്പിക്കാൻ സന്നദ്ധമായില്ല. ഗാന്ധി പറഞ്ഞത് ഒരു കൊലയ്ക്കുള്ള പരിഹാരം മറ്റൊരു കൊലയല്ല എന്ന് പറഞ്ഞ് തൻ്റെ മുമ്പിലെ ഡൽഹിയിലെ കലാപം അവസാനിക്കുക എന്ന മൂർത്തമായൊരു പ്രശ്നത്തിൽ ഗാന്ധി തൻ്റെ 2-ാമത്തെ മുദ്രാവാക്യത്തെ പ്രതിഷ്ഠിച്ചു. 3-ാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാദേശിക ഉത്സവം നടത്തുക എന്നത് വിശ്വാസത്തിന്റെ പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് ഗാന്ധി അവിടെ തെളിയിക്കേണ്ട. ഞാനിത് പറഞ്ഞത് ഈ അമൂർത്തമായ ഒരു തത്വം പറയാൻ വളരെ എളുപ്പമാണ്. കാരണം ആ തത്വം ആരെയും തൊടില്ല, ആ തത്വം ആരെയും അപകടപ്പെടുത്തില്ല, ആ തത്വം ആരുടെയും അസ്ഥിയെ തൊടില്ല.
ഈ അമൂർത്തമായ തത്വത്തിൽ നിന്ന് തൻ്റെ തൊട്ടു മുമ്പിലുള്ള മൂർത്തമായ പ്രശ്നത്തിലേക്ക് ആ തത്വത്തെ ഒരു പ്രയോഗമാക്കി മാറ്റുന്നതോടെയാണ് നിങ്ങൾ വലിയ ആക്രമണങ്ങൾക്കോ വലിയ വഴിത്തിരിവുകൾക്കോ ഒക്കെ കാരണമാകുന്നത്. അപ്പോ തത്വം കേവലം തത്വമല്ല, അത് ആർക്കു വേണ്ടിയോ ഉള്ള വാദമാണ്, ആർക്കെതിരെയോ ഉള്ള വാദവും ആണ്. ഗാന്ധിയെ സംബന്ധിച്ച് തൻ്റെ മുമ്പിലെ വർഗീയ ശക്തികളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമരമായിരുന്നു ഗാന്ധിയുടേത്. ആ സമരത്തിന് സവിശേഷ രീതി ഉണ്ടായിരുന്നു. നവഖാലിയിൽ ഗാന്ധി നടക്കുന്ന സമയത്ത് ഗാന്ധിയുടെ പദയാത്ര തടയാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലൊരു ശ്രമം ഗാന്ധി സഞ്ചരിക്കുന്ന വഴികളിൽ കുപ്പിച്ചില്ലും മനുഷ്യ വിസർജവും ഒക്കെ വിതറുക എന്നതായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ഗാന്ധി അത് അറിഞ്ഞിരുന്നില്ല. ഗാന്ധി അത് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം നേരിട്ട രീതി, ദിവസം വരെ അദ്ദേഹം ചെരുപ്പിട്ടാണ് നടന്നിരുന്നതെങ്കിൽ പിന്നീട് അദ്ദേഹം ചെരുപ്പിടാതെ നടക്കാൻ തീരുമാനിച്ചു. ചെരുപ്പിടാതെ വിണ്ടുകീറിയ കാലുകളോടെ, കുപ്പിച്ചില് കുത്തിക്കയറി പരിക്ക് പറ്റിയ കാലുകളോടെ ഗാന്ധി നവഖാലിയിൽ നടക്കുകയും ഗാന്ധിയുടെ വഴിയിൽ വിതറപ്പെട്ട ചില്ലുകളൊക്കെ 3-ാം ദിവസം മുതൽ വാരി മാറ്റപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഒരു സമരമായിരുന്നു ഗാന്ധിയുടേത്. തന്നെ ഇതുകൊണ്ട് കീഴടക്കാനാവില്ല എന്ന് തൻ്റെ പ്രവൃത്തികളിലൂടെ ഗാന്ധി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ പറയുന്നത് ഗാന്ധി എന്തിനോർക്കണം? ഗാന്ധിയെ നിങ്ങൾക്ക് വളരെ വൈകാരികമായിട്ട് ഓർക്കാം. അതിനുള്ള വക ഗാന്ധിയിലുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് വലിയ പരിശീലനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഒരു കഥ കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം പല തലങ്ങളിൽ. ഇപ്പൊ ഗാന്ധി വധിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏതാണ്ട് 8ാമത്തെ വധശ്രമത്തിലാണ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. 2 വധശ്രമങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ദക്ഷിണാഫ്രിക്കൻ ജീവിതകാലത്തുണ്ടായിട്ടുണ്ട്. അവിടുത്തെ വെള്ളക്കാർ ഗാന്ധിയെ അദ്ദേഹം കപ്പലിറങ്ങാൻ ശ്രമിച്ച സമയത്തും പിന്നീട് മറ്റൊരിക്കലും ആക്രമിക്കുന്നുണ്ട്. 2 അദ്ദേഹം രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ വന്നതിന് ശേഷം ഗാന്ധി 6 തവണ വധശ്രമത്തിന് വിധേയമായി. 1934 ജൂൺ 24 അദ്ദേഹത്തിന് സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ബോംബെറിയുന്നുണ്ട്. ഗാന്ധി സഞ്ചരിച്ചിരുന്ന കാറിന് തൊട്ട് പിന്നാലെ വന്ന കാറിലാണ് അന്ന് ഗാന്ധി കയറിയത് എന്നതുകൊണ്ടാണ് പൂന കോർപ്പറേഷൻ ഓഫീസിൽ നടന്ന ആ യോഗത്തിൽ വെച്ച ഉള്ള ബോംബേറിൽ നിന്ന് ഗാന്ധി രക്ഷപ്പെട്ടത്. മറ്റേ കാറ് പൂർണ്ണമായിട്ട് കത്തിപ്പോയ കാറിന്റെ അവശിഷ്ടങ്ങൾ ഇന്ന് പാറ്റ്നയിലെ ഗാന്ധി മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് 10 കൊല്ലം കഴിഞ്ഞ് 1944 പഞ്ച്ഗനി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഗാന്ധിയെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകർ ആക്രമിക്കുന്നുണ്ട്. ആ ആക്രമണ ശ്രമത്തിൽ പങ്കെടുത്ത ഒരാൾ ഗോഡ്സെയാണ്. 1944 സെപ്റ്റംബറില് സേവാഗ്രാമിൽ നിന്ന് പുറപ്പെടുന്ന ഗാന്ധിയെ, ആ പുറപ്പെടലിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ പാക് വിഭജനം പരിഹരിക്കുന്നതിനുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾക്കായി ജിന്നയെ കാണാൻ വേണ്ടിയാണ് ഗാന്ധി പുറപ്പെടുന്നത്. സേവാഗ്രാമിൽ നിന്ന് ഗാന്ധിയുടെ ആ പുറപ്പെടലിനെ, യാത്രയെ തടയാൻ വേണ്ടി ഒരു ഗുണ്ടാ സംഘം അവിടെ വരികയും ഗാന്ധിയുടെ വഴി തടയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സംഘത്തിലും ഗോഡ്സെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം 1946 ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ട്രെയിൻ പാളം തകർക്കുകയും ട്രെയിനിന്റെ എഞ്ചിൻ പാളം തെറ്റിയെങ്കിലും ഗാന്ധി സഞ്ചരിച്ചിരുന്ന ബോഗിക്ക് തകരാറൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം 1946 ഫെബ്രുവരിയിൽ നടന്ന ആ വധശ്രമത്തിൽ നിന്നും രക്ഷപ്പെടുകയുണ്ടായി. അങ്ങനെ 4 വധശ്രമങ്ങൾ 1948 മുമ്പ് 34-നും 48-നും ഇടയിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ 2 ആസൂത്രണം ചെയ്തത് ഗോഡ്സെയാണ്. 34 ആസൂത്രണത്തിലും ഗോഡ്സെ ഉണ്ടായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. അത് എത്രത്തോളം വസ്തുതാപരാണെന്ന് അറിഞ്ഞുകൂടാ. 48 ജനുവരി 20-ന് ഗാന്ധി 13-ന് നിരാഹാരം തുടങ്ങി, 18-ന് നിരാഹാരം പിൻവലിച്ചു. ഡൽഹിയിലെ കലാപം ഇന്ത്യയിൽ ആകെ പടരുമെന്നും ഇന്ത്യയെ ഒരു വർഗീയ ലഹള കൊണ്ട് വിഭജിക്കാമെന്നും ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള ഒരു സുവർണാവസരമായി അത് മാറിത്തീരുമെന്ന പ്രതീക്ഷയാണ് അന്ന് ഗോഡ്സെയ്ക്കും ഈ ഹിന്ദു മഹാസഭ പ്രവർത്തകരായ സവർക്കറൈറ്റുകൾക്കും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ ഗാന്ധിയുടെ വധം അങ്ങനെയല്ല പ്രവർത്തിച്ചത്. ഗാന്ധിയുടെ വധം വളരെ പെട്ടെന്നൊരു ധാർമ്മിക വിക്ഷോഭമായി തീരുകയും ഹിന്ദുത്വവാദികളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഇന്ത്യൻ ജനതയുടെ ധാർമ്മിക ക്ഷോഭം മുഴുവൻ ഉയർന്നു വരികയും അത് മതനിരപേക്ഷതയുടെ വലിയൊരു ശാക്തിക അടിസ്ഥാനമായി തീരുകയും ചെയ്തു. ഇങ്ങനെ തങ്ങളുടെ പ്രതീക്ഷ പാഴാവുന്നു എന്ന ഒരു വല്ലാത്ത പരിഭ്രാന്തിയിൽ നിന്നാണ് ഗാന്ധിയുടെ നിരാഹാര സമരത്തിന്റെ സന്ദർഭത്തിൽ ഗോഡ്സെയും നാരായണാപ്തയും ദിഗംബർ ബഡ്ഗയും അടക്കമുള്ള സംഘം 1-ാം വട്ടം ഡൽഹിയിൽ വരികയും ഗാന്ധിയെ കൊലപ്പെടുത്താൻ ബോംബെറിയുകയും ചെയ്യുന്നത്. ആ ശ്രമം വിജയിച്ചില്ല.
മദൻലാൽ പഹ്വ എന്ന് പറയുന്ന ഒരാൾ മാത്രം പിടിയിലായി. ബാക്കിയുള്ളവർ പൂനെയിലേക്ക് തന്നെ മടങ്ങി. പഹ്വ പോലീസിനോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്. പോലീസ് അത് ശ്രദ്ധാപൂർവം പരിഗണിച്ചില്ല. പഹ്വ പോലീസിനോട് പറഞ്ഞ ഒരു വാക്യം, ഓ ഭിർ ആയേഗ, അവർ വീണ്ടും വരും എന്ന് പഹ്വയ്ക്ക് അറിയുമായിരുന്നു. പക്ഷെ പോലീസ് അത് ശ്രദ്ധിച്ചില്ല. 30-ന് അവർ വീണ്ടും വന്നു. 27-ന് ആപ്തയും ഗോഡ്സെയും ഒക്കെ ഡൽഹിയിലെത്തി. കൃത്യമായ ആസൂത്രണത്തോടെ 30-ന് അവർ ഗാന്ധിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. താൻ കൊല്ലപ്പെടുമെന്ന് ഗാന്ധിക്ക് ഏതാണ്ടൊരു ബോധ്യം ഉണ്ടായിരുന്നു എന്നാണ് പിൽക്കാലത്ത് നമ്മൾ നോക്കിയാൽ തോന്നുക. മനുവിന്റെ കുറിപ്പുകളിൽ 1948 ജനുവരി 29-ന് രാത്രി 9 മണിയോടെ മനുവിനോട് ഗാന്ധി പറയുന്ന ചില വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാത്രിക്കുള്ള മരുന്ന് തയ്യാറാക്കാൻ വേണ്ടി ഇരുന്നത് കൊണ്ട് കാലത്തെ പ്രാർത്ഥനാ യോഗത്തില് മനു പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ രാത്രിക്കുള്ള മരുന്ന് തയ്യാറാക്കാനായിരുന്നു എന്ന് മനു ഗാന്ധിയോട് മറുപടി പറഞ്ഞു. അപ്പൊ ഗാന്ധി പറയുന്നൊരു കാര്യം, രാത്രിയിലേക്കുള്ള മരുന്ന് രാത്രി തയ്യാറാക്കിയാൽ മതിയല്ലോ, അപ്പൊ ആരാണ് ബാക്കി ഉണ്ടാവുക എന്ന് ആർക്കാണ് അറിയുക എന്നൊരു വാക്യം അന്ന് പറയുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം മനുവിനോട് പറയുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. അതിങ്ങനെയാണ്, ഞാൻ രോഗാതുരനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഞാനൊരു കപട മഹാത്മാവായിരുന്നു എന്ന് നീ ലോകത്തോട് പറയണം. ഹിപ്പോക്രാറ്റ് മഹാത്മാ എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഞാനൊരു കപട മഹാത്മാവായിരുന്നു എന്ന് പറയണം. അതിനു പകരം കഴിഞ്ഞ ആഴ്ചയിൽ എന്ന പോലെ ആരെങ്കിലും എനിക്ക് നേരെ ബോംബെറിയുകയോ ആരുടെയെങ്കിലും തോക്കിൽ നിന്നുയർന്ന വെടിയുണ്ടകൾ എൻ്റെ നെഞ്ചിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ഞരക്കം പോലും ഇല്ലാതെ ചുണ്ടിൽ രാമനാമങ്ങളുമായി ഞാൻ ജീവൻ വെടിയുകയോ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രം ഞാനൊരു യഥാർത്ഥ മഹാത്മാവായിരുന്നു എന്ന് നീ ലോകത്തോട് പറയണം. ഇത് ഗാന്ധി മനുവിനോട് പറയുന്നത് 1948 ജനുവരി 29 രാത്രി 9 മണിക്കാണ്. പിന്നീട് ഗാന്ധി ജീവിച്ചത് ഏതാണ്ട് 20 മണിക്കൂറുകൾ മാത്രമാണ്. ഗാന്ധിക്ക് അറിയുമായിരുന്നു. പല ഘട്ടങ്ങളിൽ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. 48 ജനുവരി 30-ന് വൈകിട്ട് 5 മണിക്കാണ് പട്ടേലുമായുള്ള ചർച്ച. 5:10-നാണ് പട്ടേലുമായുള്ള ചർച്ച അവസാനിക്കുന്നത്. 5:10-ന് ഗാന്ധി പ്രാർത്ഥനായോഗത്തിലേക്ക് പോകുന്ന സമയത്ത് ആഭ വന്ന് ഗാന്ധിയോട് പറയുന്നുണ്ട്, കത്തിയവാറിൽ നിന്ന് 2 പേര് കാണാൻ വന്നിട്ടുണ്ട്, അവരോട് എപ്പോ കാണാൻ പറയണം. ഗാന്ധി പറഞ്ഞത്, പ്രാർത്ഥനായോഗം കഴിഞ്ഞ് നടക്കുന്ന സമയത്ത് കാണാമെന്ന് പറയൂ. ഒരു വരി കൂട്ടിച്ചേർക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അത് 5:13-നാണ്. 5:17-ന് ഗാന്ധി അവസാനിച്ചു. ഗാന്ധി മരണത്തെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാരണം തൻ്റെ മരണം കൊണ്ട് കൂടിയല്ലാതെ, ഒരുപക്ഷെ തൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് കൂടിയല്ലാതെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ കഴിയില്ല എന്നൊരു തോന്നലിലേക്ക് ഗാന്ധി അപ്പോഴേക്കും എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് മരണം ഏറ്റവും ആദരണീയനായ ഒരു അതിഥിയായി കഴിഞ്ഞ ഒരു സന്ദർഭത്തിലേക്ക് ഗാന്ധി പതിയെ എത്തിയിരുന്നു. ഗാന്ധിയുടെ ആ മാറ്റം വളരെ വലുതാണ്. കാരണം 46 ജനുവരി 29-ന് ട്രെയിൻ തകർത്ത് ഗാന്ധിയെ വധിക്കാനുള്ള ശ്രമം പാഴായി പോയതിന് ശേഷം ജനുവരി 30-ന് ഗാന്ധി നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഗാന്ധി പറയുന്നത്, ജീവിതത്തിൽ 7 തവണ ഞാൻ മരണത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. 7 അദ്ദേഹം പറയുന്നത് സൗത്ത് ആഫ്രിക്കയിലെ 2 ശ്രമങ്ങളെ കൂടി ചേർത്തിട്ടാണ്. 7 തവണ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. മരണത്തിന് എന്നെ ഇതുവരെ കീഴടക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് അദ്ദേഹം പറയുന്നത്, ഇനിയും വളരെ പെട്ടെന്നൊന്നും മരണത്തിന് എന്നെ കീഴടക്കാൻ കഴിയില്ല. 125 വയസ്സ് വരെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 125 വയസ്സായിരുന്നു ഗാന്ധിയുടെ 46 ജനുവരി 30-ലെ പ്രതീക്ഷ. 125 വയസ്സായിരുന്നു. 47 ഒക്ടോബർ 2-ന് 78-ാം പിറന്നാളിന്റെ അന്ന് തനിക്ക് ആശംസകൾ നേരാൻ എത്തിയ ആളുകളോട് സംസാരിക്കുമ്പോൾ ഗാന്ധി പറയുന്ന ഒരു വാക്യം, 1.5 വർഷം കഴിയുന്നു അപ്പോഴേക്കും, ഗാന്ധി പറയുന്ന വാക്യം, ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്നാണ്. 125 എന്നുള്ള മോഹമൊക്കെ അദ്ദേഹം എന്നേക്കുമായി ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു. തനിക്ക് അഭിനന്ദനം തന്ന ഒരാളോട് അദ്ദേഹം പറയുന്നത്, വാസ്തവത്തിൽ ഞാൻ അർഹിക്കുന്നത് അനുശോചനമാണ് എന്ന് ഗാന്ധി പറയുന്നുണ്ട്. ആ നിലയിൽ 125 വയസ്സ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ തനിക്ക് ഇനിയും ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ട് എന്ന് വിശ്വസിച്ച 46 ജനുവരിയിലെ ഗാന്ധിയിൽ നിന്ന് 47 ഒക്ടോബറിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹം ജീവിതം നിരർത്ഥകമാണ് എന്ന പൂർണ്ണമായ ഒരു ബോധ്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ നിരർത്ഥകതയിൽ നിന്ന് തൻ്റെ ജീവിതത്തെ പരമമായ ഒരു സാർത്ഥകതയിലേക്ക് ഗാന്ധി കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം വഴി കൂടിയാണ് എന്ന് പറയാൻ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഞാൻ പലയിടത്തും പറയുന്ന ഒരു കാര്യമാണ്, ഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഇല്ലായിരുന്നു എങ്കിൽ സ്വതന്ത്ര ഇന്ത്യ എത്ര കാലം തുടരുമായിരുന്നു എന്നത് വളരെ വളരെ സംശയകരമാണ്.
കാരണം പോലീസും പട്ടാളവും അടക്കം നെഹ്റുവിനോട് ഗാന്ധി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പട്ടാളത്തെ ഇറക്കണം, കലാപത്തെ അടിച്ചമർത്തണം എന്ന് നെഹ്റുവിനോട് പറയുന്നുണ്ട്. നെഹ്റു ഗാന്ധിയോട് പറഞ്ഞൊരു കാര്യം അവർ അനുസരിക്കുന്നില്ല എന്നാണ്. പട്ടാളം കമ്മ്യൂണലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു, പോലീസ് കമ്മ്യൂണലായി കഴിഞ്ഞിരുന്നു. നിങ്ങൾക്കറിയുമല്ലോ, 1948 ജനുവരി 30 ഗാന്ധിയെ വധിച്ചതിന് ശേഷം ഫെബ്രുവരി 4 ബോംബെ പോലീസ് സവർക്കറെയും സവർക്കറുടെ അനുചരന്മാരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. സവർക്കറുടെ കുശിനിക്കാരനും സവർക്കറുടെ ബോഡി ഗാർഡും ഇതിന് 2 ദിവസം മുമ്പ്, വധത്തിന് 3 ദിവസം മുമ്പ് ഈ ഗോഡ്സെയും നാരായണ ആപ്തെയും ദിഗംബർ ബഡ്ഗയും ഒക്കെ സവർക്കറെ കാണാൻ വന്ന മൊഴി ബോംബെ പോലീസിന് നൽകുന്നുണ്ട് 1948 ഫെബ്രുവരി 4. പക്ഷേ ഡൽഹി ഷിംല കോടതിയിൽ നടന്ന വിചാരണയുടെ ഒരു സന്ദർഭത്തിലും ആ മൊഴി ഡൽഹിയിലെ കോടതിയിൽ എത്തുകയുണ്ടായില്ല. ആ മൊഴി എത്താതിരുന്നത് കൊണ്ട് മാത്രമാണ് കൊറോബറേറ്റീവ് എവിഡൻസ് ഇല്ല എന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിയുടെ വധക്കേസിൽ നിന്ന് സവർക്കർ കുറ്റവിമുക്തനാകുന്നത്. സവർക്കർ സവർക്കറെ കാണാനായി ഗോഡ്സെയും ആപ്തെയും ദിഗംബർ ബഡ്ഗയും ചെന്നിരുന്നു എന്ന് മാപ്പുസാക്ഷിയായി മാറിയ ബഡ്ഗെ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയെ തെളിയിക്കുന്ന, സാധൂകരിക്കുന്ന മറ്റൊരു തെളിവില്ല എന്ന വളരെ ദുർബലമായ ഒരു വാദത്തിന്റെ പുറത്താണ് സവർക്കറെ മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കിയത്. വാസ്തവത്തിൽ തെളിവുണ്ടായിരുന്നു, 2 മൊഴികളുണ്ട്. പിന്നീട് കപൂർ കമ്മീഷൻ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പോലീസ് സംവിധാനത്തിന്റെ മൊഴി കേസ് വിചാരണയിൽ എത്താതിരുന്നത് എന്നതിനെ കുറിച്ച് ജസ്റ്റിസ് ജീവൻലാൽ കപൂർ ആശ്ചര്യം കൂറുന്നുണ്ട്. ആശ്ചര്യപ്പെടാനൊന്നുമില്ല, ഇന്ത്യൻ പോലീസ് വർഗീയമാണ് അന്നും ഇന്നും, അതല്ലാതെ പൊടുന്നനെ ഇപ്പൊ തുടങ്ങിയതാണ് എന്ന് കരുതിക്കൂടാ. അതുകൊണ്ട് ഈ തെളിവുകൾ വന്നില്ല. അത് 1965 ആ തെളിവുകൾ ആദ്യമായിട്ട് പുറത്തു വരുന്നത്. ആ തെളിവുകൾ ശേഖരിക്കപ്പെട്ട് ഏതാണ്ട് 17 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആ തെളിവുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്തുന്നത്. ജീവൻലാൽ കപൂർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ അത്തരം തെളിവുകളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഗാന്ധിയെ സംബന്ധിച്ച് ഈ രാജ്യത്തെ രക്ഷിച്ചെടുക്കാനുള്ള മിക്കവാറും ഒരേയൊരു വഴി തൻ്റെ രക്തസാക്ഷിത്വമാണ് എന്ന തോന്നലിൽ എത്തിയ ഘട്ടത്തിലാണ് 125 വയസ്സ് എന്നതിൽ നിന്ന് രക്തസാക്ഷിത്വം എന്നതിലേക്ക് അദ്ദേഹം പ്രവേശിച്ചത്. ഞാൻ അധികം വിസ്തരിക്കുന്നില്ല, ഒരു കാര്യം കൂടി പറയാം. ജീവനവും മരണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വലിയ കവിയായ TS എലിയറ്റ് ഒരിക്കൽ പറയുന്നുണ്ട്. അദ്ദേഹം 2 തരം ജീവിതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഡെത്ത് ഇൻ ലൈഫ് എന്നതാണ്, മറ്റൊന്ന് ലൈഫ് ഇൻ ഡെത്ത് എന്നതാണ്. ഡെത്ത് ഇൻ ലൈഫ് എന്ന് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നു പക്ഷെ സവിശേഷമായി ഒന്നും ചെയ്യുന്നില്ല, ജീവിച്ചിരിക്കുന്നതിന്റെ മുദ്രകളൊന്നും അവശേഷിപ്പിക്കാതെ ബയോളജിക്കലായി മാത്രം ജീവിച്ചിരിക്കുന്നു, പ്രവൃത്തി കൊണ്ടോ ഇടപെടലുകൾ കൊണ്ടോ കർമ്മം കൊണ്ടോ പ്രത്യേകിച്ച് ജീവിതത്തിന് അർത്ഥമൊന്നുമില്ലാത്ത നമ്മുടെയൊക്കെ പോലുള്ള വലിയ ജീവിത വ്യാപ്തിയാണ് ഈ എന്താ പറയുക ഡെത്ത് ഇൻ ലൈഫ് എന്ന് അദ്ദേഹം പറയുന്നത്. ജീവിതമാണ് പക്ഷെ മരണം തന്നെയാണ്. മറിച്ചൊരു ജീവിതത്തെ കുറിച്ച് എലിയറ്റ് പറയുന്നത് ലൈഫ് ഇൻ ഡെത്ത് എന്നാണ്, മരണത്തിലെ ജീവിതമാണ്. ക്രിസ്തു അങ്ങനെയാണ് ജീവിച്ചത്, മരണത്തിലാണ് ജീവിച്ചത്. രക്തസാക്ഷികളൊക്കെ ജീവിക്കുന്നത് മരണത്തിലാണ്. അങ്ങനെ ഇന്ത്യയിൽ രക്തസാക്ഷിത്വം കൊണ്ട് മരണത്തെ ജീവിതത്തെക്കാൾ വലിപ്പമുള്ളതാക്കിയ ഒരാളായിരുന്നു ഗാന്ധി. ഗാന്ധിയുടെ മരണത്തിന് ഗാന്ധിയുടെ ജീവിതത്തിന്റെ പല മടങ്ങ് വ്യാപ്തിയുണ്ട് എന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലളിതമായി പറഞ്ഞാൽ ഗാന്ധിയുടെ ചോരയിലാണ് ഈ രാഷ്ട്രം ഉറച്ചത് കുറച്ചു കാലത്തേക്കെങ്കിലും. അതില്ലായിരുന്നുവെങ്കിൽ അന്നേ തീർന്നു പോകുമായിരുന്ന ഒന്നായിരുന്നു ഈ ഇന്ത്യ എന്ന രാജ്യം. അതുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യം കടപ്പെട്ടിരിക്കുന്നത്, ഗാന്ധിയോട് കടപ്പെട്ടിരിക്കുന്നത്, ഗാന്ധിക്ക് ഒരാൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഞാനിത് അതിശയോക്തിപരമായിട്ടൊന്നും പറയല്ല. 1947 സെപ്റ്റംബർ 1 ഗാന്ധി കൽക്കട്ടയിൽ നിരാഹാരം തുടങ്ങുമ്പോൾ തലേന്ന് രാത്രി ഒറ്റ ദിവസം കൽക്കട്ടയിൽ കൊല ചെയ്യപ്പെട്ടത് 52 പേരാണ്, ഒറ്റ രാത്രിയിൽ. അതറിഞ്ഞിട്ടാണ് ഗാന്ധി 47 സെപ്റ്റംബർ 1 രാവിലെ നിരാഹാരം ആരംഭിക്കുന്നത്. 3-ാം ദിവസം കൽക്കട്ട അടങ്ങി. കൽക്കട്ടയിൽ ഒരാളും കൊല്ലപ്പെടാത്ത സ്ഥിതി ഉണ്ടായി. സമ്പൂർണമായ ശാന്തതയിലേക്ക് കൽക്കട്ട മടങ്ങി വന്നു. കൽക്കട്ട മടങ്ങി വന്നു എന്ന് ശാന്തമായി എന്നറിഞ്ഞിട്ട് മൗണ്ട് ബാറ്റൻ ഗാന്ധിക്ക് ഒരു കത്തെഴുതി. ആ കത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പഞ്ചാബിൽ ഞങ്ങളുടെ സൈന്യത്തിൽ 60,000 പട്ടാളക്കാരും എന്നിട്ടും 10,000-കണക്കിന് കബന്ധങ്ങളുമാണ് ഉണ്ടായിരുന്നത്. കൽക്കട്ടയിൽ ഞങ്ങളുടെ സൈന്യത്തിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മഹാത്മാവേ, അങ്ങേക്ക് നന്ദി. 60,000 പട്ടാളക്കാർ കാവൽ നിന്നിട്ട് പഞ്ചാബിൽ നടക്കാതെ പോയ കാര്യമാണ് 50 റാത്തിൽ തൂക്കില്ലാത്ത മനുഷ്യൻ, 78 വയസ്സ് പിന്നിട്ടൊരു മനുഷ്യൻ 3 ദിവസം നിരാഹാരം കിടന്ന് കൽക്കട്ടയിൽ സാധിച്ചെടുത്തത്.
രാജഗോപാലാചാരി അതേക്കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഗാന്ധി പല അത്ഭുതങ്ങളും തന്റെ ജീവിതം കൊണ്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കാണിച്ച ഏത് അത്ഭുതത്തെക്കാളും വലുതായിരുന്നു കൽക്കട്ടയിലെ നിരാഹാരം എന്ന അത്ഭുതം. കൽക്കട്ട മിറാക്കിൾ എന്നൊക്കെ അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുകയുണ്ടായി. രാജാജി പറയുന്ന കാര്യം, തമ്മിൽ തമ്മിൽ വെട്ടിക്കൊല്ലാനായിട്ട് ഭ്രാന്തെടുത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ തന്റെ നിരാഹാരം എന്ന ധാർമ്മിക ബലം കൊണ്ട് ആ നിരായുധരാക്കാൻ കഴിയുക എന്നത് മനുഷ്യ ചരിത്രത്തിൽ തന്നെ അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് അതേക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഗാന്ധി വീണ്ടും ആവർത്തിച്ചു. ആ ആവർത്തനാണ് വാസ്തവത്തിൽ ഡൽഹിയെ പിടിച്ചു നിർത്തിയത്. ആ ആവർത്തനമില്ലായിരുന്നു എങ്കിൽ ഡൽഹി ഒരു കലാപഭൂമിയായി എന്നേ അവസാനിക്കുമായിരുന്നു. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രം എന്ന നിലയിൽ അതിൻ്റെ ആദ്യ വർഷങ്ങളെപ്പോലും പിന്നിടുമായിരുന്നുമില്ല. അതുകൊണ്ട് ഗാന്ധിയോട് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ആലങ്കാരികമായിട്ടൊന്നുമല്ല. ഇതൊന്നും ആരും ഓർക്കുന്നൊന്നുമില്ല. ഗാന്ധിയെ നമുക്കറിയുന്നത് ഈ നോട്ടിലെ ഗാന്ധി എന്നും ഒക്ടോബർ 2 ഗാന്ധി എന്നും രാഷ്ട്രപിതാവ് എന്നുള്ള ഔപചാരികമായ പേരിലുമൊക്കെയാണ്. 46 മുതൽ 48 വരെയുള്ള 2 വർഷക്കാലം തന്നെ ബലിയാക്കിക്കൊണ്ട് ഏതാണ്ട് സമ്പൂർണമായ ഏകാന്തതയിൽ ഗാന്ധി നടത്തിയ യുദ്ധങ്ങളുണ്ട്. അക്കാലത്തെ പ്രാർത്ഥനായോഗത്തിൽ ഗാന്ധി നിരന്തരം ആലപിക്കുന്നത് ടാഗോറിന്റെ വരിയാണ്. ആ പാട്ട് നിങ്ങൾക്ക് ഇപ്പൊ അറിയാലോ, എക്കലെ ചലോരെ, തനിയെ നടക്കൂ എന്നാണ്. നിങ്ങൾ പറയുന്നത് ആരും ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ തനിയെ നടക്കൂ, എക്കലെ ചലോരെ. അതെല്ലാ പ്രാർത്ഥനായോഗങ്ങളിലും ഗാന്ധി പാടി. അദ്ദേഹം ആദർശാത്മകമായ എല്ലാ മൂല്യങ്ങളെയും മാറ്റിവെച്ചു. 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി 4 ദിവസം കഴിഞ്ഞപ്പോൾ കൽക്കട്ടയിലെ ടോളിഗഞ്ചിൽ ഒരു സമ്മേളനം ചേർന്നു, പ്രാർത്ഥനായോഗം. സുഹ്രവർദി അടക്കം പങ്കെടുക്കുന്ന, ബംഗാളിലെ മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സുഹ്രവർദി അടക്കം പങ്കെടുത്ത പ്രാർത്ഥനായോഗമാണ്. ആ പ്രാർത്ഥനായോഗത്തിൽ അന്ന് വന്ദേമാതരാണ് ആലപിച്ചത്. ജനഗണമന ദേശീയ ഗാനമായി പ്രഖ്യാപിക്കുന്നത് 1950 ജനുവരി 24 അതുവരെ വന്ദേമാതരാണ് ദേശീയ ഗാനത്തിന്റെ പദവിയിലുള്ളത്. വന്ദേമാതര ആലപിച്ചു. സുഹ്രവർദി അടക്കം എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഗാന്ധി എഴുന്നേറ്റില്ല. ഗാന്ധി എഴുന്നേറ്റില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ദേശീയ ഗാനത്തോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുക എന്നൊക്കെ പറയുന്നത് പാശ്ചാത്യമായ ഒരു സമ്പ്രദായമാണ്. അതൊക്കെ അലങ്കാരങ്ങളും ആചാരങ്ങളും ആണ്. യഥാർത്ഥ ദേശസ്നേഹത്തിന്റെ ആവിഷ്കാരം അതൊന്നുമല്ല. ഇങ്ങനെ പറയാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരേ ഒരാൾ അന്നും ഇന്നും ഗാന്ധിയാണ്. അതാ ഞാൻ പറഞ്ഞത്. സ്വന്തം നെഹ്റു ജിന്നയോട് ഗാന്ധി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്ത്യയിലെ കോൺഗ്രസിനെ അവിശ്വാസമാണ്, കോൺഗ്രസ് ഹിന്ദുക്കളുടെ പാർട്ടിയാണ് എന്നതുകൊണ്ട് നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അതിന് പരിഹാരം പറയാം, ജിന്ന പ്രധാനമന്ത്രിയാവുക. ഗാന്ധിയുടെ പരിഹാരം അതായിരുന്നു. ജിന്ന പ്രധാനമന്ത്രിയാവുക, ക്യാബിനറ്റിലെ മുഴുവൻ അംഗങ്ങളെയും ജിന്ന തീരുമാനിക്കട്ടെ, ഇന്ത്യ വിഭജിക്കേണ്ട. ജിന്ന പക്ഷെ വഴങ്ങിയില്ല, അതൊരു ഭ്രാന്തൻ ആശയാണ് എന്ന് പറഞ്ഞ് ജിന്ന അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഒരാൾക്കും സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര തീവ്രമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് വാസ്തവത്തിൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇന്ത്യയെ രക്ഷിച്ചെടുത്തത്. നിർഭാഗ്യവശാൽ നമുക്ക് മറ്റു പല ഗാന്ധിയെ കുറിച്ചും അറിയാം. നവഖാലിയിൽ നടന്ന ഗാന്ധിയെ, ഇന്ത്യ വിഭജിക്കരുതെന്ന് ആവശ്യപ്പെട്ട ഗാന്ധിയെ, ജിന്ന പ്രധാനമന്ത്രി ആകട്ടെ എന്ന് ആവശ്യപ്പെട്ട ഗാന്ധിയെ, മരിക്കാൻ സന്നദ്ധമായി നിന്ന ഗാന്ധിയെ നാം കൂടുതൽ ഓർക്കേണ്ടതുണ്ട്. ഇർഫാൻ ഹബീബ് ഗാന്ധിയെ കുറിച്ച് എഴുതിയ ഒരു പ്രബന്ധം അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഗാന്ധിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ് ഗാന്ധി പഠിപ്പിക്കുന്ന പാഠം? അദ്ദേഹം പറയുന്നത് ഒറ്റ പാഠമേ ഉള്ളൂ നിർണായകമായി. അത് ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്നതാണ്. ഇതാണ് ഗാന്ധിയുടെ പാഠം. ഏറ്റവും അടിസ്ഥാന നിമിഷങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഗാന്ധി തയ്യാറായില്ല. അത് താൻ പറഞ്ഞതാണല്ലോ, വിഭജനം വേണ്ട, നിങ്ങൾ വിഭജനത്തിന് കോൺഗ്രസ് അനുകൂലമായിരുന്നു, മുസ്ലിം ലീഗ് അനുകൂലമായിരുന്നു, ബ്രിട്ടീഷ് ഗവൺമെന്റ് അനുകൂലമായിരുന്നു. എതിരായിട്ടുണ്ടായിരുന്ന ചുരുക്കം പേരിൽ ഒരാളായിരുന്നു ഗാന്ധി. അനുകൂലമായിരുന്ന എല്ലാ സംവിധാനങ്ങളും കരുതിയത് അതിർത്തി ഗ്രാമങ്ങളിൽ ഒരു 5-10 ലക്ഷം ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയിത്തീരും, അതിനപ്പുറം മറ്റു വലിയ കോലാഹലങ്ങളൊന്നും വിഭജനം കൊണ്ടുണ്ടാവില്ല എന്നായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കണക്കൂട്ടൽ. കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ വിശ്വസിച്ച അങ്ങനെയാണ്. പഞ്ചാബിൽ കുറച്ച് ആളുകൾ ഇവിടെ, ബംഗാളിൽ കുറച്ച് ആളുകൾ അവിടെ, അങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ശാന്തമാകും എന്നതാണ് അന്ന് പറഞ്ഞിരുന്നത്. 2 കോടി മനുഷ്യരാണ് അഭയാർത്ഥികളായത്. 5 ലക്ഷം എന്ന് പ്രതീക്ഷിച്ചെടുത്ത് 2 കോടി മനുഷ്യർ. 20 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. 20 ലക്ഷം പേർ. ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്ക് പോയ തീവണ്ടി അവിടെ എത്തുമ്പോൾ ജീവനുള്ള 3-4 പേരാണ് ബാക്കിയുള്ളത്. ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന വണ്ടിയിലും ഇവിടെ എത്തുമ്പോൾ ശവങ്ങൾ മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അങ്ങനെ കൊല്ലപ്പെട്ടു. അഭയാർത്ഥി യാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചു കിടക്കുന്നതിനിടയിൽ തമ്മിൽ കണ്ടുമുട്ടി, തമ്മിൽ കൊന്നു.
അങ്ങനെ മനുഷ്യർ മൃഗങ്ങളെക്കാൾ പൈശാചികമായ പ്രകൃതത്തിലേക്ക് തലകുത്തി വീണ ഡൽഹിയിലേക്കാണ് ഗാന്ധി 47 സെപ്റ്റംബർ 9 വന്ന് 144 ദിവസം കൊണ്ട് ഗാന്ധി അതിനെ പിടിച്ചു കെട്ടിയത്. ആ പിടിച്ചുകെട്ടൽ ഇല്ലെങ്കിൽ സംശയരഹിതമായും ഗാന്ധി ഡൽഹി വീണു പോകുമായിരുന്നു, ഇന്ത്യ വീണു പോകുമായിരുന്നു. ഗോപികൃഷ്ണൻ പറയുന്ന മനോഹരായ ഒരു കൽപ്പനയുണ്ട്. ഒരു ഹിംസ്ര ജന്തുവിന്റെ വായിൽ നിന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെ രക്ഷിച്ചെടുക്കുന്നത് പോലെയാണ് വർഗീയതയുടെ പിടിയിൽ നിന്ന് വാസ്തവത്തിൽ ഗാന്ധി ഇന്ത്യയെ രക്ഷിച്ചത്. ഇന്ന് നമുക്കതറിയില്ല. ഇന്ന് ഗാന്ധിയെ സംബന്ധിച്ച എത്രയെങ്കിലും വിമർശനങ്ങൾ ഉയരുന്ന സമയത്ത് ആ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ വർഗീയത എന്ന് പറയുന്നത് 1940കളുടെ അവസാനം തന്നെ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുമായിരുന്നു. കഴിഞ്ഞ 75 കൊല്ലം ഈ രാജ്യം ഒരു മതരാഷ്ട്രമാകാതെ നിലനിന്നതിൻ്റെ ആധാരഹേതു ഗാന്ധിയുടെ രക്തസാക്ഷിത്വമാണ്, ആ ചോരയാണ് എന്നത് നാം മറന്നുകൂടാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് വർഗീയതക്കെതിരായ സമരത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. എന്താണ് ഗാന്ധിയുടെ ഇടപെടലിന്റെ മൗലികമായ പ്രാധാന്യം? 3 കാര്യങ്ങൾ നമുക്ക് ഇന്ത്യ ചരിത്രത്തെ മുൻനിർത്തി പറയാൻ പറ്റും. 1920 ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തുന്ന സമയത്ത് ദേശീയ പ്രസ്ഥാനം ഏതാണ്ട് ഹിന്ദുത്വത്തിന്റെ സ്വഭാവമുള്ള ഒന്നാണ്. ഏതാണ്ട് ഹിന്ദുത്വത്തിന്റെ സ്വഭാവം തന്നെയാണ് ദേശീയ പ്രസ്ഥാനത്തിനുള്ളത്. ഹിന്ദു മഹാസഭയുടെ 3 വലിയ നേതാക്കൾ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളാണ്. പണ്ഡിറ്റ് മദനമോഹന മാളവിയാണ് ഹിന്ദു മഹാസഭയുടെ 1ാമത്തെ പ്രസിഡന്റ്. 2ാമത്തെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ. ഇവർ രണ്ടുപേരും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളാണ്. 3ാമത്തെ ആള് BS മൂഞ്ചയാണ്. മൂഞ്ചയാണ് ഇറ്റലിയിൽ പോയി മുസോളിനിയെ കണ്ടിട്ട് മുസോളിനിയുടെ മാതൃക ഇന്ത്യക്ക് വളരെ അനുകരണീയമാണ് എന്നെല്ലാം നമുക്ക് ക്ലാസ് എടുത്ത ആൾ അദ്ദേഹമാണ്. മൂഞ്ചി ആയപ്പോഴേക്കും കോൺഗ്രസുമായിട്ട് ഹിന്ദു മഹാസഭ തെറ്റി. കാരണം ഗാന്ധി അപ്പോഴേക്കും വന്നു. ഗാന്ധി 20 നേതൃത്വത്തിലേക്ക് വരികയും ഹിന്ദു മുസ്ലിം ഐക്യം എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യമാക്കി മാറ്റുകയും ചെയ്തു. ഗാന്ധിയുടെ രംഗപ്രവേശം വരെ ഹിന്ദു മുസ്ലിം ഐക്യം എന്നതോ മതനിരപേക്ഷത എന്നതോ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ഒറ്റതിരിഞ്ഞ സെക്യുലറിസ്റ്റുകൾ ഉണ്ടാവും, ബട്ട് ആസ് എ ഓൾ മൂവ്മെന്റ്, ആകമാനമുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ദേശീയ പ്രസ്ഥാനം ഹിന്ദുത്വത്തിന്റെ യുക്തികളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ബാലഗംഗാധര തിലകനായിരുന്നു അതിന്റെ സമുന്നതനായ നേതാവ്. ബാലഗംഗാധര തിലകനാകട്ടെ നവോത്ഥാന ശ്രമങ്ങൾക്ക് പോലും എതിരായിരുന്നു. ബാലികാ വിവാഹം നിരോധിക്കുന്നതിനെതിരായിരുന്നു. വിധവാ വിവാഹത്തിനെതിരായിരുന്നു. അങ്ങനെ തിലകനെതിരെ വിവേകാനന്ദൻ പോലും സംസാരിക്കുന്നുണ്ട്. ബാലിക വിവാഹത്തിന് വേണ്ടിയുള്ള തിലകന്റെ വാദത്തെ വിമർശിച്ചുകൊണ്ട് 10-11 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് വിവാഹം കഴിക്കുന്നതിലാണോ നിങ്ങളുടെ ദൈവത്തിന്റെ മോക്ഷം അടങ്ങിയിരിക്കുന്നത് എന്ന് വിവേകാനന്ദൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതിയാഥാസ്ഥിതികത്വം നിറഞ്ഞ ബ്രാഹ്മണ്യത്തിന്റെ ആശയാവലികൾ കൊണ്ട് കെട്ടിപ്പടുക്കപ്പെട്ടതായിരുന്നു വാസ്തവത്തിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനം അന്ന്. അതുകൊണ്ടാണ് ഈ വന്ദേമാതരം പ്രധാനപ്പെട്ട ഒരു ദേശീയ ഗാനമായിട്ട് അന്ന് ഉയർന്നു വന്നത്. അതിന്റെ ചരിത്രം ഞാനിപ്പോ പറയുന്നില്ല. അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി അതിനകത്തുണ്ട്. 15 ഗാന്ധി വരികയും ഗാന്ധി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനകത്ത് ഇടപെട്ട് അതുവരെ ഉണ്ടായിരുന്ന മതാത്മക ധ്വനികളിൽ നിന്ന്, ഇർഫാൻ ഹബീബിന്റെ ഒരു വാക്യമുണ്ട്, അമൂർത്ത രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയല്ല, ജനങ്ങളുടെ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങുക എന്ന തന്ത്രം ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായി പ്രയോഗിച്ചത് ഗാന്ധിയാണ്. ഗാന്ധി 1ാമത്തെ സമരം ഏറ്റെടുക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുക എന്നൊന്നും പറഞ്ഞിട്ടല്ല, കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരനിൽ ഗാന്ധി കർഷകർ എന്ന് പറയുന്ന പുതിയൊരു ഏജൻസിയെ ഉയർത്തിക്കൊണ്ടുവന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഉടനീളമുള്ള സമരങ്ങൾ നോക്കിക്കോളൂ. ഉപ്പിന് നികുതി കൊടുക്കില്ല എന്ന് പറയുന്നു, സ്വദേശി വസ്ത്രം ധരിക്കില്ല എന്ന് പറയുന്നു, അയിത്തം ആചരിക്കാൻ പാടില്ല എന്ന് പറയുന്നു, ക്ഷേത്രങ്ങളെല്ലാം തുറന്നു കൊടുക്കുമെന്ന് പറയുന്നു. അമൂർത്തമായ തത്വം പറയലല്ല, മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങൾ, മനുഷ്യരനുഭവിക്കുന്ന ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ രാഷ്ട്രീയ സമരമായി രൂപാന്തരപ്പെടുത്തിക്കൊണ്ടാണ് ഗാന്ധി സമരത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്. അത് അവസാനവും അദ്ദേഹം ചെയ്തു. അതുകൊണ്ടാണ് മതനിരപേക്ഷത, ഹിന്ദു മുസ്ലിം ഐക്യം എന്ന് സാമാന്യമായി പറയുന്നതിന് പകരം മുസ്ലിങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞത്, ഉറൂസ് നടത്തണമെന്ന് പറഞ്ഞത്, 55 കോടി കൊടുക്കണം എന്ന് പറഞ്ഞത് അമൂർത്ത തത്വങ്ങളല്ല. അമൂർത്ത തത്വം പറയാൻ വളരെ എളുപ്പമാണ്, കാരണം ആരുടെയും തടിക്ക് തട്ടില്ല. മറിച്ച് മൂർത്തമായ ഒരു ആശയം പറഞ്ഞാൽ അത് നിങ്ങളെ വന്നു തൊടും. ചിലരെ ശത്രുക്കളാക്കും, ചിലരെ മിത്രങ്ങളാക്കും. അങ്ങനെ ഉറച്ച നിലപാടിൽ നിന്നുകൊണ്ട് അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടുക എന്നതിനപ്പുറം ഇന്ത്യൻ ജനതയ്ക്ക് സ്വരാജ്യമുണ്ടാക്കുക എന്നതിലേക്ക് ഗാന്ധി വഴിതിരിച്ചു വിട്ടു. സ്വരാജ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്.
സ്വരാജ് സ്വാതന്ത്ര്യമല്ല, ബ്രിട്ടനിൽ നിന്നുള്ള രാഷ്ട്രീയ സ്വാതന്ത്ര്യമല്ല, അവസാനത്തെ മനുഷ്യനും കിട്ടുന്ന സ്വാധികാരം എന്നതായിരുന്നു ഗാന്ധിയുടെ സ്വരാജ്യ സങ്കല്പം. അതൊന്നും നിലവിൽ വന്നില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഗാന്ധി കരുതിയത് സ്വരാജ്, ഹിന്ദു സ്വരാജ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. ദ ലാസ്റ്റ് മാൻ എന്ന് പറയുന്ന, അന്ത്യോദയം എന്ന വാക്കൊക്കെ അദ്ദേഹം ഉണ്ടാക്കി, അവസാനത്തെ മനുഷ്യന്റെ ഉദയം. അതിനു വേണ്ടിയുള്ള ഒന്നായി ദേശീയ സങ്കല്പം മാറണം, സ്വാതന്ത്ര്യം മാറണം. അല്ലാതെ ബ്രിട്ടൻ പോയി ഇന്ത്യ ഭരിക്കുക, ഇന്ത്യക്കാർ ഇന്ത്യ ഭരിക്കുക എന്നതിൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്ന് അദ്ദേഹം കരുതുകയും ചെയ്തിരുന്നു. അങ്ങനെ മതാത്മകമായി മാറിയ ദേശീയതാ സങ്കല്പത്തെ മതനിരപേക്ഷമായ ജനകീയ ദേശീയത എന്നതിലേക്ക് വഴിതിരിച്ചു വിട്ടതിന്റെ കേന്ദ്രമായിരുന്നു ഗാന്ധി എന്നതാണ് ഗാന്ധിയുടെ സുപ്രധാനമായ ഒരിടപെടൽ. രണ്ടാമത്തേത്, ഇതിന്റെ തന്നെ തുടർച്ചയിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര അജണ്ടയാക്കി അദ്ദേഹം മാറ്റിയെടുക്കുകയും ചെയ്തു. ഹിന്ദു മുസ്ലിം ഐക്യം ഇല്ലാതെ ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് നിലനിൽപ്പില്ല എന്ന് ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്തുന്നതിന്റെ കേന്ദ്രം ഗാന്ധിയായിരുന്നു. അത് എത്രത്തോളം ഫലിച്ചു, എത്രത്തോളം നിലനിന്നു എന്നൊക്കെ ഇന്ന് നമുക്ക് നിശ്ചയമായും തിരിഞ്ഞാലോചിക്കാം. പക്ഷേ ഒരു അരനൂറ്റാണ്ട് കാലമെങ്കിലും അത് ഗാന്ധിയുടെ ഇടപെടലിലൂടെ ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മൂന്നാമത്, അദ്ദേഹം നവോത്ഥാനപരമായ ചില ആശയങ്ങളെ സ്വാതന്ത്ര്യ സമരവുമായി കൂട്ടിയിണക്കി. 1931 ഓഗസ്റ്റ് 15 ബോംബെയിൽ വെച്ച്, മണിഭവനിൽ വെച്ച് അംബേദ്കർ ഗാന്ധി ആദ്യമായി കാണുന്നത്. അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച 31 ഓഗസ്റ്റ് 15 അംബേദ്കർ പിറ്റേന്നാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ലണ്ടനിലേക്ക് തിരിക്കുന്നത്. ആ കൂടിക്കാഴ്ചക്കിടയിലാണ് അംബേദ്കർ ഗാന്ധിയിൽ നടുക്കമുളവാക്കിയ ചില ആശയങ്ങൾ പറഞ്ഞത്. താങ്കളുടെ ഒറ്റതിരിഞ്ഞുള്ള സമരം നമ്മുടെ നാടിന്റെ ദേശീയ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തും എന്ന് ഗാന്ധി പറഞ്ഞ സമയത്ത് അംബേദ്കർ ഗാന്ധിയോട് നിശിതമായൊരു വാക്യം പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്. ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല. മാതൃരാജ്യം എന്ന് അങ്ങ് പറയുന്നത് സവർണരുടെ മാതൃരാജ്യമാണ്. ഈ രാജ്യത്തെ കോടിക്കണക്കായ അധകൃതർക്ക്, ദളിതർക്ക് ഒരു മാതൃരാജ്യവുമില്ല. അതുകൊണ്ട് മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്നത് ഞങ്ങളെ സ്പർശിക്കുന്ന ഒരു മുദ്രാവാക്യമല്ല. ഇത് ഗാന്ധിയോട് അന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. ഗാന്ധിയോട് അംബേദ്കർ ഇക്കാര്യം പറഞ്ഞതോടെയാണ് തൻ്റെ രാഷ്ട്രീയ കാര്യപരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായി ഐത്തോച്ചാടനത്തെ ഗാന്ധി മാറ്റിയത്. അപ്പോഴും ഗാന്ധി ജാതി വിരുദ്ധതയിലേക്ക് എത്തിയിട്ടില്ല. ജാതി വിരുദ്ധതയിലേക്ക് ഗാന്ധി എത്തുന്നത് 1936 നവംബറായി. ഇത് 1931 ആദ്യഘട്ടത്തിൽ ഗാന്ധി ജാതിക്ക് അനുകൂലമായിരുന്നു. അതിപ്പോഴും ധാരാളം പേര് പറയാറുണ്ട്. ഗാന്ധി മാറി എന്നുള്ള കാര്യം പറയില്ല, നമ്മുടെ സൗകര്യത്തിന് പറയാന്നുള്ളതാണ് നമ്മുടെ സൗകര്യം. അതാണ്. ഗാന്ധി ആദ്യം ജാതിക്ക് അനുകൂലമായിരുന്നു. ഗാന്ധി ആദ്യം മതവും രാഷ്ട്രീയവും പരസ്പര ബന്ധിതമാണെന്നും മതമില്ലാത്ത രാഷ്ട്രീയം അധാർമികമാണെന്നും കരുതിയിരുന്ന ആളാണ്. 1921 ഗാന്ധി പറയുന്നുണ്ട്, ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ ടു പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ഇമ്മോറൽ, ഡിബേസിങ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞ ഗാന്ധിയാണ് 1947 വിഭജനത്തിന്, സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ് നടത്തിയ ഒരു സംഭാഷണത്തിൽ പറയുന്ന ഒരു വാക്യം, ഒരൊറ്റ ദിവസത്തേക്ക് ഞാൻ ഈ രാജ്യത്തിന്റെ പരമാധികാരിയായാൽ ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം മതത്തെയും രാഷ്ട്രീയത്തെയും സമ്പൂർണമായി വേർപെടുത്തുക എന്നതായിരിക്കും. ഇത് 47 മറ്റേത് 20. ഗാന്ധി മാറുന്നുണ്ട്, അനുഭവങ്ങൾ ഗാന്ധിയെ മാറ്റുന്നുണ്ട്. ജാതിയിലും ഗാന്ധി മാറി. 20കളിലും 30കളുടെ തുടക്കത്തിലും ജാതി ശരിയാണ്, അയിത്തം തെറ്റാണ് എന്നൊരു നിലപാടാണ് ഗാന്ധി എടുത്തിരുന്നത്. അയിത്തം ജാതിയുടെ ഒരു തെറ്റായ ആവിഷ്കാരമാണ്, അതുകൊണ്ട് അയിത്തം ഇല്ലാതാകണം, ജാതി പ്രശ്നമല്ല എന്നൊരു നിലപാട് ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് അംബേദ്കറുമായുള്ള കൂടിക്കാഴ്ച വന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗാന്ധി ഐത്തോച്ചാടനത്തിൽ കേന്ദ്രമാക്കി മാറ്റി. വാസ്തവത്തിൽ 1934 ജൂൺ 35 ജൂൺ 24 ഗാന്ധിക്കെതിരെ ബോംബെറിയുന്നത് ചിത്പാവൻ ബ്രാഹ്മണരാണ്, പൂനെയിൽ വെച്ചാണ്. ആ ബോംബാക്രമണത്തിന്റെ പിന്നിൽ അടിസ്ഥാന പ്രേരണ ഈ ഐത്തത്തിനെതിരായ ഗാന്ധിയുടെ കർക്കശമായ നിലപാടാണ്. അദ്ദേഹം പറഞ്ഞു, അയിത്തജാതി ജനതയ്ക്ക്, അയിത്തക്കാർക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വരെ ഗാന്ധി ആ സമയത്ത് ഖണ്ഡിതമായി പറയുന്നുണ്ട്. അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടാണ് ഗാന്ധി പതിയെ പതിയെ തൻ്റെ കാര്യപരിപാടിയുടെ കേന്ദ്രത്തിലേക്ക് ഐത്തോച്ചാടനത്തെ കൊണ്ടുവരുന്നത്. 1936 നവംബറിൽ നവജീവനിൽ എഴുതിയ ലേഖനത്തിന് അദ്ദേഹം പക്ഷേ തലക്കെട്ട് കൊടുക്കുന്നത് അൺടച്ചബിലിറ്റി ഹാസ് ടു ഗോ എന്നല്ല, കാസ്റ്റ് ഹാസ് ടു ഗോ. 36 നവംബർ ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞു, ജാതി പോവാതെ അയിത്തം പോവില്ല. ഇത് അംബേദ്കർ വളരെ മുമ്പേ പറയുന്ന ഒരു കാര്യമാണ്. അയിത്തല്ല പ്രശ്നം, ജാതിയാണ് പ്രശ്നം, അതുകൊണ്ട് ജാതി പോയേ പറ്റൂ എന്ന്.
അംബേദ്കറുമായുള്ള ഏറ്റുമുട്ടലുകളിലൂടെയാണെങ്കിലും ഗാന്ധി ആ നിലയിലേക്ക് വരികയും പതിയെ പതിയെ ഈ അയിത്തോച്ചാടനം എന്നതിനെ, ജാതി വിരുദ്ധതയെ ഇന്ത്യൻ ജനതയിൽ ഉറപ്പിച്ചെടുക്കാനൊന്നും ഗാന്ധിക്ക് കഴിഞ്ഞില്ല. അത് ഗാന്ധിയുടെ ഒരു പരിമിതിയാണ്, ഒരു സംശയമില്ല. ഗാന്ധിയെ നമ്മൾ ആദരിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയായിരുന്നു, ഒരു പിഴവും ഇല്ലായിരുന്നു എന്ന് വെറുതെ പറയലല്ല. ഗാന്ധിക്ക് പിഴവുണ്ടായിരുന്നു. ജാതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ബോധ്യങ്ങൾ വളരെ പരിമിതമായിരുന്നു. പക്ഷെ ആ പരിമിതമായിരുന്നപ്പോഴും ഈ പൊസിഷനിൽ അദ്ദേഹം എത്തി. ഇർഫാൻ ഹബീബ് അതേക്കുറിച്ച് പറയുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇർഫാൻ പറയുന്നത് 915 ഇന്ത്യയിൽ ഗാന്ധി വന്നിറങ്ങുന്ന സമയത്ത്, 915 ജനുവരി 9 ഗാന്ധി ബോംബെയിൽ കപ്പലിറങ്ങുന്നത്. അന്ന് ഇന്ത്യയെ സംബന്ധിച്ച് അയിത്തം ഒരു സ്വാഭാവിക ആചാരമാണ്. സഹസ്രാബ്ദങ്ങളായി ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സ്വാഭാവിക ആചാരമാണ് അയിത്തം. 48 ജനുവരി 30 കൊല്ലപ്പെടുമ്പോൾ അയിത്തം ഹിന്ദുമതത്തിലെ കളങ്കമാണ് എന്ന് ഹിന്ദുമതത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരെയും ഗാന്ധി ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഇർഫാൻ പറയുന്നത് ഒരു 2000 കൊല്ലത്തെ ജീവിതമുള്ള ഒരു ആചാരത്തെ 30 കൊല്ലം കൊണ്ട് ഗാന്ധി തലതിരിച്ചിട്ടു എന്നത് ചെറിയൊരു കാര്യമല്ല. തലതിരിച്ചിട്ടു. പക്ഷെ ആ തലതിരിച്ചിടൽ മതിയായിരുന്നില്ല എന്നുള്ളത് നമുക്കിന്നറിയാം. വാസ്തവത്തിൽ അംബേദ്കറും ഗാന്ധിയും പരസ്പര വിരുദ്ധമായ 2 സ്ഥാനങ്ങളല്ല, മറിച്ച് പാർത്ഥ ചാറ്റർജിയും അതുപോലെ ഉള്ള ചിന്തകന്മാരും ഒക്കെ പറയുന്നത് ഒരു ചരിത്ര സന്ദർഭത്തിൽ പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വന്ന വാസ്തവത്തിൽ പരസ്പര പൂരകങ്ങളായ ബലങ്ങളാണ് അംബേദ്കറും ഗാന്ധിയും. കാരണം ഗാന്ധി ആവശ്യപ്പെട്ടത്, ഗാന്ധി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത് രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സ്വാധികാരവുമാണ്. അംബേദ്കർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത് സാമൂഹിക സ്വാതന്ത്ര്യമാണ്. സാമൂഹിക സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യമോ, രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിൽ സാമൂഹിക സ്വാതന്ത്ര്യമോ ഇന്ത്യയിൽ അർത്ഥപൂർണമാകുമായിരുന്നില്ല. അതുകൊണ്ട് ഇതിനെ നിത്യശത്രുതയിലല്ല പ്രതിഷ്ഠിക്കേണ്ടത്, നമ്മുടെ കാലത്തിന്റെ ആവശ്യത്തിലേക്ക് കൂട്ടിയിണക്കുകയാണ് വേണ്ടത്. എന്തായാലും അയിത്തോച്ചാടനം അടക്കമുള്ള ആശയങ്ങളെ ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെ യുക്തിയിലേക്ക് കൂട്ടിയിണക്കാൻ ശ്രമിച്ചു എന്നതാണ് ഗാന്ധിയുടെ 3ാമത്തെ ഒരു ഇടപെടൽ. 4ാമതൊരു കാര്യം പറയാനുള്ളത് അദ്ദേഹം ചെയ്ത ഭാഷാ പരിശ്രമമാണ്. ഒരുപക്ഷെ ഹിന്ദു മുസ്ലിം ഐക്യം എന്നതിനെ ഭാഷ കൊണ്ട് സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാനി എന്ന ഭാഷ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നായിരുന്നു. ഉറുദു കലർന്ന ഹിന്ദിയാണ് ഹിന്ദുസ്ഥാനി. ഉറുദു ഇന്ത്യയിലേക്ക് വന്ന പേർഷ്യൻ പാരമ്പര്യത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു ഭാഷയാണ്. അത് ചേർന്ന തദ്ദേശീയ ഹിന്ദിയും അതും കൂടി ചേർന്നുണ്ടായ ഹിന്ദുസ്ഥാനിയാകണം സ്വാതന്ത്ര്യത്തിന്റെ ഭാഷ എന്നാണ് കരുതിയത്. ഇന്ന് ഹിന്ദുസ്ഥാനി നമ്മുടെ പാർലമെന്റിൽ ആരെങ്കിലും സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ 46 ഡിസംബർ 9 പാർലമെന്റിന്റെ 1ാമത്തെ ദിവസം സമ്മേളനം ചേരുന്ന സമയത്ത് താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹയെ ക്ഷണിച്ചുകൊണ്ട് ആചാര്യ കൃപലാനി പ്രസംഗിക്കുന്നത് ഹിന്ദുസ്ഥാനിയിലാണ്. പിന്നെ എത്രയോ പേർ ഹിന്ദുസ്ഥാനിയിൽ സംസാരിക്കുന്നു. പിന്നെ ഹിന്ദുസ്ഥാനി ഒരു തെറ്റായ ഭാഷയാണെന്ന് മുദ്ര കുത്തപ്പെട്ടു. ഗാന്ധിയെ കൊല്ലുന്നതിനുള്ള ന്യായങ്ങളിൽ ഒന്നായി ഗോഡ്സെ ഷിംല കോടതിയിൽ പറഞ്ഞത് ഒരു തന്തയില്ലാത്ത ഭാഷയായ ഹിന്ദുസ്ഥാനിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു, ബാസ്റ്റാർഡ് ലാംഗ്വേജ് എന്നാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഗാന്ധി നടത്തിയ ഓരോ ശ്രമങ്ങളും, ഒരു മതനിരപേക്ഷ ദേശീയത എന്നുള്ള സങ്കല്പം, ഹിന്ദു മുസ്ലിം ഐക്യം എന്ന സങ്കല്പം, അയിത്തമടക്കമുള്ള ജാത്യാചാരങ്ങളുടെ നിർമാർജനം എന്ന ആശയം, ഹിന്ദുസ്ഥാനി എന്ന സംയോജിത ഭാഷ, ഇതൊന്നും ഇന്ത്യയിൽ വിജയിച്ചില്ല. അങ്ങനെ നോക്കിയാൽ ഗാന്ധി ഒരു വലിയ പരാജയത്തിന്റെ പേരാണ്. ഗാന്ധി വിജയിച്ച ഒരു സ്ഥാനവും നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിൽ കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ കരുതുന്നത് ഇന്ത്യയിലെ വിജയശ്രീലാളിതമായ എല്ലാ ആശയങ്ങളെക്കാളും മഹിമ ഗാന്ധി എന്ന പരാജയത്തിനുണ്ട്. വിജയശ്രീലാളിതമായ എല്ലാ ആശയങ്ങളെക്കാളും മഹിമയും മനുഷ്യാന്തസ്സും ചരിത്രത്തിൽ ഉയർന്നു പാറുന്ന മനുഷ്യ മഹത്വത്തിന്റെ ധീരമായ ഒരു വെളിച്ചവും ഗാന്ധി എന്ന പേരിൽ അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. വാസ്തവത്തിൽ വിജയികളുടെ ചുമലിലിരുന്നല്ല ചരിത്രം മുമ്പോട്ട് പോയത്. പരാജിതരുടെ വലിയ കണ്ണീർപ്പുഴകൾ നീന്തി കടന്നാണ് ചരിത്രം മുമ്പോട്ട് പോയത്. അങ്ങനെ ചരിത്രം ഒരുക്കി വെച്ച മഹിമയുറ്റ, ഒരുപക്ഷെ ഇന്ത്യ ചരിത്രം ജന്മം നൽകിയ ഏറ്റവും മഹിമയുറ്റ ഒരു പരാജയത്തിന്റെ പേരുകൂടിയാണ് ഗാന്ധി. ഗാന്ധി നമ്മോട് പറയുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പരാജയപ്പെടാൻ സന്നദ്ധരായിരിക്കണം എന്നാണ്. ജയിക്കാൻ മാത്രമല്ല, പരാജയപ്പെടാൻ സന്നദ്ധരായ മനുഷ്യർക്ക് മാത്രമേ ലോകത്തിൽ ഇടപെടാൻ പറ്റൂ, ലോകത്തെ തിരുത്താൻ പറ്റൂ എന്നുകൂടി ഗാന്ധി നമ്മോട് പറയുന്നുണ്ട്. അതിനുള്ള സന്നദ്ധത കൂടിയായി നമ്മുടെ സമരങ്ങളെ ഗാന്ധിയുടെ ഓർമ്മയുമായി കൂട്ടിയിണക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം.